അപ്പോൾ RJ അഞ്ജലിയുടെ അമ്മാവനാന്ന് പറഞ്ഞ ഒരുത്തിന് എന്നെ വിളിച്ച് പൂരത്തെറി ഭീഷണി വധഭീഷണി. പിന്നെ തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു കാണും വിചാരിച്ചു. പുള്ളിക്കാരനെയും കണ്ടു കാണും, പുള്ളിക്കാരന്റെ തെറികളെയും കേട്ട് കാണും. പുള്ളിക്കാരൻ വിത്ത് നമ്പർ വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പെങ്ങളുടെ വീഡിയോ? ഏത് പെങ്ങളുടെ വീഡിയോ? ഏത് പെങ്ങളുടെ വീഡിയോ? അത് നിന്റെ കെട്ടിയോളുടെ അടുത്ത് കുനിഞ്ഞു നിൽക്കാൻ പറ, എന്നിട്ട് അതിൽ കയറ്റി പോ. എടാ നിന്റെ കെട്ടിയോളിനെ കുനിഞ്ഞു നിർത്തിയിട്ട് അതിൽ കയറ്റടാ, അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ അടുത്തേക്കല്ലടാ ഫോൺ വിളിക്കേണ്ടത്. RJ അഞ്ജലിയും നിരഞ്ജനയും കൂടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാരും മറന്നു കാണുമോ? അതിന്റെ ചൂടൊന്നും പോയി കാണില്ല എന്ന് വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, നമ്മളെ ഒരു കുണ്ടിക്ക് മെഹന്തി ഇടുന്ന ഒരു സീനുമായിട്ട് ബന്ധപ്പെട്ട് RJ അഞ്ജലി നിരഞ്ജന എന്നിവർ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലത്തോളം തിളങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് അടുത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ വല്ലാതെ ഹിറ്റായിട്ട് നിന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അതിനുശേഷം ഒരുപാട് പേര് അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും പ്രായഭേദമന്യേ ട്രോളുകളായിട്ടും റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും അല്ലാണ്ട് കോമഡി സ്കിറ്റുകളായിട്ടും ഒക്കെ പല ആളുകളും അത് പല തരത്തിലുള്ളൊരു ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ദയാച്ചു എന്ന് പറയുന്ന ആളും അവർ മെഹന്തി ഇട്ട് കൊടുക്കാം, അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ ഈ RJ അഞ്ജലിയുടെ അമ്മാവനാണ് എന്നും പറഞ്ഞിട്ട് ഏതോ ഒരുത്തൻ, അമ്മാവനാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല, അമ്മാവനാണ് എന്ന് പറയപ്പെടുന്നു, ആ ഒരു പുള്ളി ദയാ അച്ചുവിനെ വിളിച്ചിട്ട് ദയാ അച്ചു എന്ന് പറയുന്ന പുള്ളിക്കാരിനെ വിളിച്ചിട്ട് നല്ല പച്ച പൊലയാട്ട് അല്ലെങ്കിൽ പച്ച തെറി പറയുന്ന രംഗങ്ങളാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. ഇത് ദയാ അച്ചു ഇതിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ വീഡിയോയ്ക്കകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെഹന്തി ഇട്ട് തരാം, മാസ്ക് കൊണ്ടുവരണം, എനിക്ക് റിസ്ക് എടുക്കാനാവില്ല എന്നൊക്കെ തമാശ രീതിയിൽ ഞാനും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അതുൽ വ്ലോഗ്സ് പിന്നെ ഒരുപാട് പേര് ആ ഒരു കാര്യത്തിനോട് പല തരത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദയാച്ചുവിനെ മാത്രം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ അയാൾ ആ ഒരു ദയാ അച്ചു എന്ന് പറയുന്ന സ്ത്രീനോട് സംസാരിച്ച രീതി ഒന്നും അത്ര ഒട്ടും സുഖമില്ലാത്തതാണ് എന്ന് തന്നെ പറയാം. കാരണം പച്ചത്തെറി പറയുന്നു, അവഹേളിക്കുന്നു, ആക്ഷേപിക്കുന്നു. അപ്പം പുള്ളിനോട് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അമ്മാവൻ്റെ മരുമോളെന്ന് തോന്നുന്നുണ്ടല്ലേ, ആ പുള്ളിക്കാരി അഞ്ജലി എന്ന് പറയുന്ന പുള്ളിക്കാരി സോഷ്യൽ മീഡിയക്കകത്തോട്ട് വന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം ഇറക്കി വിടുകയും ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ അന്നത്തിനെ കളിയാക്കുകയും അവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് നൽകുകയും ചെയ്തതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനോ ശകാരിക്കലോ ഒന്നും RJ അഞ്ജലിനോടോ പൊതുസമൂഹത്തിനോടോ പറയാനില്ലാത്ത പക്ഷം ഈ ദയാച്ചു എന്ന് പറയുന്ന സ്ത്രീനെ വന്ന് പള്ളു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, ഒന്നെങ്കിൽ നിങ്ങളെ അവരുടെ വേറെ ഏതൊക്കെയോ വീഡിയോസ് നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. അല്ലാതെ അവരെക്കാളും ശകാരിക്കുന്ന തരത്തിൽ വിമർശനാത്മകമായി വീഡിയോ ചെയ്ത് പലരുണ്ട്. അവർക്കെതിരെ ഒന്നും നിങ്ങൾ സംസാരിക്കാതെ ദയാച്ചുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഏതോ തരത്തിലൊരു നീരസം ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ദയാച്ചു അവരുടെ വാട്സപ്പ് നമ്പർ ഏതാണ്ടൊക്കെയോ ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ആരുടെയും അങ്ങനെ കിട്ടാനില്ല, കാണാനില്ല. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീനോട് സംസാരിക്കുന്നതിന് അതിൻ്റെതായ ചില മാനേഴ്സ് കീപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പുരുഷന്മാരോട് പറയുന്ന പോലെ ഒരു സ്ത്രീനെ വിളിച്ച് പറയുക എന്നുള്ളത് അത്ര മര്യാദ നിറഞ്ഞൊരു കാര്യമല്ല. മോശപ്പെട്ട രീതിയിൽ അവർ നിങ്ങൾക്ക് മറുപടിയും തന്നിട്ടില്ല എന്നുള്ളത് ആ വീഡിയോസ് കാണുന്ന സമയത്ത് വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ ദയാച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ അമ്മാവൻ എന്ന് പറയുന്ന ആൾ അഞ്ജലിൻ്റെ അമ്മാവനാണ് എന്നുണ്ടെങ്കിൽ കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഇത്രയും അവഹേളനപരമായി സംസാരിച്ചതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം അമ്മാവൻ എങ്ങനെയാണെങ്കിൽ മരുമോൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഊഹം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഈ ബൈ ചാൻസ് ഇത് RJ അഞ്ജലി എന്ന് പറയുന്ന നിങ്ങളുടെ അമ്മാവനല്ല എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അമ്മാവനല്ല, ഇത് വേറെ ആരോ ആണ്, ദയാച്ചുവിനെതിരെ അവരേതോ രീതിയിൽ എങ്ങനെയൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് RJ അഞ്ജലി തന്നെ രംഗത്ത് വന്നൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും പുള്ളിക്കാരനെ പോലീസുകാരും നാട്ടുകാരും അല്ലെങ്കിൽ വേറെ ആളുകളും അതിൻ്റെതായ രീതിയിൽ കാണുകയൊക്കെ ചെയ്തോളും. ഈ RJ അഞ്ജലി നിശബ്ദയായിരിക്കുന്നിടത്തോളം കാലം ഈ പുള്ളിക്കാരിയുടെ അമ്മാവൻ തന്നെയാണ് എന്ന് സമൂഹം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. എല്ലാ വീഡിയോ അതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.